കേരളത്തിൽ ഒരു സ്ഥലത്ത് മന്ത്രിസഭാ വികസനം സംബന്ധിച്ച ചർച്ചകൾ നടക്കുമ്പോഴും അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും മറ്റൊരു സ്ഥലത്ത് വിഴുപ്പലക്കൽ നടക്കുകയാണ്. പ്രത്യേകിച്ചും CPIMൻ്റെ കാര്യത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും CPIMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലും ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും വലിയ തരത്തിലുള്ള ചർച്ചയായി മാറുകയാണ് തോൽവി. പ്രത്യേകിച്ചും തോൽവിയുടെ ഉത്തരവാദിത്വം ആർക്ക് എന്നുള്ള കാര്യത്തിൽ അതിനും അപ്പുറത്തേക്ക് മറ്റു ചില കാര്യങ്ങളാണ് ചർച്ചയാകുന്നത്. മന്ത്രിമാരുടെ പെരുമാറ്റം, ഒപ്പം ഭരണരംഗത്തുണ്ടായ വീഴ്ചകൾ, അതിനുമപ്പുറം ചില സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്ത കാര്യത്തിൽ ഉണ്ടായ തെറ്റ്, ഇവയെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നഖശിഖാന്തം വിമർശിക്കുകയാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും. കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തനംതിട്ടയിലും കൊല്ലത്തും വലിയ വിമർശനമാണ് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് നേരെ ഉണ്ടായത്. പ്രത്യേകിച്ചും ചില മന്ത്രിമാരുടെ കാര്യത്തിൽ. കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളാണ് കഴിഞ്ഞ പ്രാവശ്യം വലിയ തരത്തിൽ CPIMന് വിജയം നേടിക്കൊടുക്കാനും മന്ത്രിസഭ രൂപീകരിക്കാനും അവസരം ഒരുക്കിയത്. എന്നാൽ ഇത്തവണ അത് തെറ്റി. ആ കണക്കുകൂട്ടലുകൾ മാറി. വലിയ തരത്തിലുള്ള വിജയം അവിടെ കോൺഗ്രസ് നേടിയെടുത്തു. അതിനു പിന്നിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളാണ് എന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ വിലയിരുത്തുന്നത്. ഒരു തരത്തിലല്ല മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെയും വലിയ ആരോപണങ്ങളാണ് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നത്. മുഖ്യമന്ത്രിയുടെ ശൈലിയെയും മുഖ്യമന്ത്രിയുടെ ഭരണരീതിയെയും ഒക്കെ കണക്കിന് വിമർശിച്ചായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ കടന്നുപോയത്. എന്തായാലും മുഖ്യമന്ത്രിയെ മാത്രമല്ല, ചില മന്ത്രിമാർക്കെതിരെയും വലിയ വിമർശനങ്ങളുണ്ടായി. പ്രത്യേകിച്ചും ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ. ആറന്മുളയിൽ നിന്നും മത്സരിച്ച് പരാജയപ്പെട്ട മുൻ മന്ത്രി വീണ ജോർജിനെതിരെയായിരുന്നു പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ വലിയ തരത്തിലുള്ള ആരോപണം. മന്ത്രി ഫോൺ എടുക്കില്ല, ഒപ്പം തന്നെ മണ്ഡലത്തിലെ ആളുകളുടെ പരാതികൾ കേൾക്കാൻ സമയം കണ്ടെത്തുന്നില്ല, ഒപ്പം സഖാക്കളുമായുള്ള പ്രവർത്തന ശൈലിയിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്നു. ഇങ്ങനെ തുടങ്ങി നിരവധിയായ പരാതികളായിരുന്നു പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നത്. മന്ത്രിക്ക് മാത്രമല്ല, മുഖ്യമന്ത്രിക്കെതിരെയും വലിയ തരത്തിൽ പരാതി ഉയർത്തുവാൻ അവിടുത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തയ്യാറായി. മാത്രവുമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൊല്ലം ജില്ലയിലായിരുന്നു. കൊല്ലം ജില്ലയിൽ രണ്ടിടത്തു മാത്രമാണ് CPIMന് വലിയ വിജയം അവകാശപ്പെടാൻ കഴിയുന്നത്. അതിനു പിന്നിൽ പാർട്ടി ജില്ലാ നേതൃത്വത്തിൻ്റെ കഴിവുകേടാണെന്ന് ചില ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പറഞ്ഞു വച്ചു. പ്രത്യേകിച്ച് ജില്ലയിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ വലിയ പരാജയമാണ് CPIMൻ്റെ സ്ഥാനാർത്ഥികൾ ഏറ്റുവാങ്ങിയത്. മൂന്നാമത്തെ പ്രാവശ്യവും ഇവരെയൊക്കെ മത്സരിപ്പിച്ചപ്പോഴും CPIMന് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം താളം തെറ്റുകയായിരുന്നു. കേരളത്തിൻ്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഉന്നയിക്കുമ്പോഴും ഇവർ എന്തുകൊണ്ട് നേരത്തെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പാർട്ടിയിൽ ഉന്നയിച്ചില്ല എന്നുള്ളതാണ് മറുചോദ്യം. പാർട്ടിയെ ശരിയായ വഴിയിലേക്ക് നയിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളും ജില്ലാ കമ്മിറ്റി യോഗങ്ങളുമൊക്കെ കൂടുന്ന പതിവുണ്ട്. എല്ലാ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളും എല്ലാ ആഴ്ചയിലും ചേരുന്ന പതിവുണ്ട്. അന്നുണ്ടാകാത്ത തരത്തിലുള്ള വിമർശനമാണ് ഇപ്പോൾ ഒട്ടുമിക്ക ജില്ലാ സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലും ഉയർന്നിരിക്കുന്നത്. കണ്ണൂരിലേക്ക് എത്തുമ്പോൾ കണ്ണൂരിലുണ്ടായ പരാജയമാണ് ഏറ്റവും വലിയ ചർച്ചയായി മാറിയത്. പ്രത്യേകിച്ചും രണ്ടിടങ്ങളിൽ വിമതന്മാരുടെ വിജയം, വി കുഞ്ഞികൃഷ്ണൻ്റെയും ഒപ്പം TK ഗോവിന്ദൻ്റെയും. ഇവർ രണ്ടുപേരും വിമതന്മാരായി മത്സരിച്ചിട്ട് പോലും അവിടെ വലിയ തരത്തിലുള്ള പരാജയം CPIMന് ഉണ്ടാകാനുള്ള കാരണം എന്ത് എന്ന് പാർട്ടി വിശദമായി പഠിക്കണം എന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം പറയുന്നത്, ഈ വിമതന്മാരെ കണക്കിന് അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഇവർ പാർട്ടിക്ക് എത്ര കണ്ട് ദോഷം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ വിലയിരുത്തൽ ഉണ്ടായില്ല. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട 2 സ്ഥാനാർത്ഥികൾ നഷ്ടപ്പെട്ടു പോയത്, അല്ലെങ്കിൽ അവർ പരാജയം സംഭവിച്ചിരിക്കുന്നത്. ഇതിനും അപ്പുറത്തേക്ക് കണ്ണൂരിൽ പേരാവൂരിലെ മത്സരത്തെക്കുറിച്ചും വലിയ തരത്തിലുള്ള വിമർശനമുണ്ട്. KK ശൈലജ ടീച്ചർ എന്ന് പറയുന്ന CPIMൻ്റെ ഏറ്റവും ശക്തയായ സ്ഥാനാർത്ഥിയെ മട്ടന്നൂരിൽ നിന്നും പേരാവൂരിലേക്ക് മാറ്റിയത് എന്തർത്ഥത്തിൽ എന്നായിരുന്നു കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചോദ്യമുയർന്നത്. അങ്ങനെ നഖശിഖാന്ത വിമർശനമാണ് CPIMന് വിവിധ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ കൂടി കഴിയുമ്പോഴേക്കും അടുത്ത വിമർശനം ഇനി ഏരിയ കമ്മിറ്റികളിലായിരിക്കും. എന്തായാലും വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ, പാർട്ടി ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ള ആരോപണങ്ങൾ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ നിന്നും ഉയരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്.
ഇനി എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു ശരിദൂരത്തിലേക്ക് എത്തുക? അതാണ് ഇപ്പോൾ നേതാക്കന്മാർ ചിന്തിക്കുന്നത്. ഇതിനിടയിലാണ് പ്രതിപക്ഷ നേതാവായി അല്ലെങ്കിൽ ഒപ്പോസിഷൻ ലീഡറായി പിണറായി വിജയനെ തീരുമാനിക്കുന്നത്. അതിനെതിരെയും ചില ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ വിമർശനമുണ്ടായി. അതിന് മറുപടി പറയാൻ മുതിർന്ന നേതാക്കന്മാർ തയ്യാറായിട്ടുമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലെ ഈ ശരിദൂരം തേടിയുള്ള പാർട്ടിയുടെ യാത്ര യാഥാർത്ഥ്യമാകും എന്ന പ്രതീക്ഷയാണ് പല നേതാക്കന്മാർക്കുമുള്ളത്.